എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്നത് കഠിനമായ മഴയും രോഗങ്ങളുമാണ്. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ജൈവികമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. കർക്കിടകത്തിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അവയെ പ്രതിരോധിക്കേണ്ട രീതികളും നോക്കാം. നമ്മുടെ ദഹനശേഷി ക്രമാതീതമായി കുറയുന്നു. ഈ മാസത്തിൽ വിശപ്പില്ലായ്മ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ എന്നിവ വളരെ കൂടുതലായി അനുഭവപ്പെടും. ആയുർവേദ പ്രകാരം സൂര്യപ്രകാശത്തിന്റെ കുറവും തണുത്ത അന്തരീക്ഷവും കാരണം നമ്മുടെ ശരീരത്തിലെ ദഹനം മന്ദഗതിയിലാകുന്നു. കഠിനമായ മാംസാഹാരങ്ങളും എണ്ണ പലഹാരങ്ങളും ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക. പകരം കഞ്ഞി പോലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. രോഗപ്രതിരോധ ശേഷി ഏറ്റവും താഴ്ന്ന നിലയിലാകുന്നു. പെട്ടെന്ന് പനി, ചുമ, ജലദോഷം തുടങ്ങിയ പകർച്ചവ്യാധികൾ ശരീരത്തെ ബാധിക്കും. ഈ കാലയളവിൽ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളുടെ ഉൽപ്പാദനവും പ്രവർത്തനക്ഷമതയും കുറയുന്നു. കൂടാതെ അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക് അനുകൂലമാണ്. പ്രതിരോധശേഷി കൂട്ടാൻ കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി കുടിക്കാം. വാതദോഷം, സന്ധിവേദന, നടുവേദന, പേശി വലിവ് എന്നിവ മുൻപില്ലാത്ത വിധം വർദ്ധിക്കുന്നു. ഈ സമയത്തുണ്ടാകുന്ന തണുപ്പും മറ്റും ശരീരത്തിലെ വാതദോഷത്തെ വർദ്ധിപ്പിക്കും. തണുപ്പ് കൂടുമ്പോൾ സന്ധികളിലെ രക്തയോട്ടം കുറയുന്നതും പേശികൾ ചുരുങ്ങുന്നതുമാണ് ഇതിന് കാരണം. വാതം കുറയ്ക്കാൻ ദന്നന്തരം പോലുള്ള തൈലങ്ങൾ തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക. ചർമ്മത്തിൽ ചൊറിച്ചിൽ, വട്ടച്ചൊറി, ഫംഗസ് അണുബാധകൾ എന്നിവ ഉണ്ടാകും. വായുവിലെ ഈർപ്പവും ഒപ്പം സൂര്യപ്രകാശത്തിന്റെ കുറവും കാരണം ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുകയും ബാക്ടീരിയകൾ പെരുകുകയും ചെയ്യുന്നു. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പമില്ലാതെ നന്നായി തുടച്ചുണക്കുക. ശരീരത്തിനുള്ളിൽ ഒരുതരം ആന്തരിക ചൂടും വായ്പുണ്ണും അനുഭവപ്പെടാം. വേനൽക്കാലത്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ പിത്തം കർക്കിടകത്തിലെ തണുപ്പേൽക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങുന്നു. അമിതമായ എരിയും പുളിയുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ സമയത്ത് പിത്തം കൂട്ടാൻ കാരണമായേക്കാം. കൈകാലുകളിൽ തരിപ്പും മരവിപ്പും വല്ലാതെ കൂടുന്നു. അന്തരീക്ഷത്തിലെ കഠിനമായ തണുപ്പ് കാരണം ചർമ്മത്തോട് ചേർന്നുള്ള ചെറിയ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. ഇത് അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. ദിവസവും ചെറുതായി ശരീരമിളകുന്ന ലഘു വ്യായാമങ്ങൾ ചെയ്യുക. ശരീരം എപ്പോഴും ഭാരമുള്ളതായും ഉന്മേഷമില്ലാതെയും അനുഭവപ്പെടുന്നു. വിയർപ്പ് കുറയുന്നതും ദഹനം മന്ദഗതിയിലാകുന്നതും കാരണം ശരീരത്തിലെ അവശിഷ്ടങ്ങൾ പുറന്തള്ളപ്പെടാതെ കോശങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ഈ വിഷാംശങ്ങളെ പുറന്തള്ളാനാണ് കർക്കിടകത്തിൽ ഉഴിച്ചിലും പിഴിച്ചിലും ആയുർവേദ ശുദ്ധീകരണ ക്രിയകളും ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടുകൾ മടക്കാനും നിവർത്താനും കഠിനമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. തണുപ്പ് കാരണം സന്ധികൾക്ക് സുഗമമായ ചലനം നൽകുന്ന സിനോവിയൽ ദ്രാവകത്തിന്റെ കട്ടി കൂടുന്നു. ഇതിന് തണുത്ത വെള്ളത്തിലുള്ള കുളി ഒഴിവാക്കണം. ആസ്മ, വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ, സൈനസൈറ്റിസ് എന്നിവ പെട്ടെന്ന് കഠിനമാകുന്നു. അന്തരീക്ഷത്തിലെ തണുത്ത വായുവും ഈർപ്പവും ശ്വാസകോശ നാളിയിൽ നീർക്കെട്ടുണ്ടാക്കുകയും കഫം കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. തുളസി ഇലയോ ഇഞ്ചിയോ ഇട്ട് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. തലയിൽ കഠിനമായ ചൊറിച്ചിലും താരനും മുടികൊഴിച്ചിലും വല്ലാതെ വർദ്ധിക്കുന്നു. കുളിച്ച ശേഷം തലമുടിയിലെ ഈർപ്പം പെട്ടെന്ന് ഉണങ്ങാത്തതും അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയും കാരണം ഫംഗസ് തലയോട്ടിയിൽ വേഗത്തിൽ വളരുന്നു. ഇതിന് ത്രിഫലാദി തൈലം തേച്ച് കുളിച്ച ശേഷം തലമുടി നന്നായി ഉണക്കുക.